ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ 2026 പുതുവർഷത്തിലാണെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരോടും ആത്മബന്ധം പുലർത്തുന്നവരും സ്നേഹബന്ധത്തിനാണെങ്കിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരുമായിട്ടുള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ എത്ര തന്നെ കാഠിന്യമുള്ളതായിട്ടുള്ള ജോലിയാണെങ്കിലും അത് ആത്മാർത്ഥതയോടു കൂടിയിട്ട് ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് രക്തബന്ധികൾക്കും കുടുംബ ബന്ധങ്ങളിലും വളരെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ഇവർ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ്. ഈ 2026 പുതുവർഷത്തിലാണെങ്കിൽ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വർഷാരംഭത്തിൽ രാഹു 12ാം ഭാവത്തിലും കേതു 6ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. ശനീശ്വരനാണെങ്കിൽ 7.5 ശനിയുടേതായിട്ടുള്ള കാലഘട്ടത്തിൽ ജന്മശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. എന്നാൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി മൂലം നിലനിൽക്കുന്നതായിട്ടുള്ള വിഷമതകളെയും പ്രയാസങ്ങളെയും ഒരു പരിധിവരെ തരണം ചെയ്യുവാനും ആശ്വാസം കിട്ടുവാനും കഴിയുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ 2026 പുതുവർഷത്തിൽ. പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഉച്ചരാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം തന്നെ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവേ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ തൃപ്തികരമായിട്ടുള്ളൊരവസ്ഥ കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ്. എന്നാലോ സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ, ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പഠന കാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്.